അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ കഫാ വസ്സലാമു അലാ ഇബാദിഹി നിഅമ അമ്മാ ബഅദ്. എൻ്റെ പ്രിയമുള്ളവരെ, റാഹത്തല്ലേ? അൽഹംദുലില്ലാ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കൽബ് നിറച്ച് ദുആ ചെയ്തവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ എല്ലാവർക്കും അല്ലാഹ് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ. ഇന്ന് ബുധനാഴ്ചയാണ്. എല്ലാ ബുധനാഴ്ചയും നമ്മൾ പഠിക്കുന്നത് പൊതുവായ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട, ഈമാൻ വർദ്ധിപ്പിക്കുന്ന, ഈമാനോടെ മരിക്കാൻ കഴിയുന്ന, പ്രയാസ പ്രതിസന്ധികൾ മാറാൻ കഴിയുന്ന, ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. അള്ളാഹു അത് പഠിക്കാനും പകർത്താനും പ്രാവർത്തികമാക്കുവാനും വലിയ തൗഫീഖ് അല്ലാഹ് നസീബാക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുവിന്റെ തൃപ്തിക്ക് അധിഷ്ഠിതമായി ജീവിക്കുന്നവനാകണം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്നാണ് ഖുർആൻ പറഞ്ഞത്. മുഅ്മിനീങ്ങൾ വിജയിച്ചവരാണ്. ആരാണ് മുഅ്മിൻ? അത് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്തടുത്ത്, അള്ളാഹുവിലേക്ക് ഖൽബ് കൊണ്ട്, പടച്ചവനിലേക്ക് ഈമാൻ കൊണ്ട് അടുത്തവർക്കാണ് മുഅ്മിനീങ്ങൾ എന്ന് പറയാൻ കഴിയുക, മുത്തഖീങ്ങൾ എന്ന് പറയാൻ കഴിയുക. ഈ ദുനിയാവ് നശ്വരമാണ്. ഖുർആൻ പറഞ്ഞത് കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ശരീരങ്ങളും മരണത്തെ രുചിച്ചറിയും. ആ മരണത്തിന് മുമ്പ് ചുരുങ്ങിയ സമയം അല്ലേ? ദുനിയാവെന്ന് പറഞ്ഞാൽ കഹുൽമുൻ നാഇമി, ഉറങ്ങുന്നവൻ കാണുന്ന സ്വപ്നം പോലെയാണ്. അത് ഈ ആയുസ്സൊന്നും ഉണ്ടാവില്ല. പക്ഷെ പരലോകമോ വല്ലാഖിറത്തു ഖൈറും വഅബ്ഖാ, കാലാകാലമാണ് പരലോകത്തിന്റെ കാലയളവ്. അതുകൊണ്ട് ഈ ദുനിയാവ് അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, ദുനിയാവ് ആഖിറത്തിലേക്കുള്ള ചവിട്ടുപടിയാക്കണം, കൃഷിഭൂമിയാക്കണം. അവിടെയാണ് വിളവെടുക്കേണ്ടത്, അവിടെയാണ് ഫലമുണ്ടാകേണ്ടത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് ജീവിതത്തിൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ, നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, സ്വതക്ക കൊടുക്കുന്നുണ്ട്, ഖത്ം ഓതുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹ് സ്വീകരിക്കട്ടെ. പക്ഷേ നമ്മുടെ ഖൽബിൽ എന്തുകൊണ്ട് പടച്ചവനോടുള്ള ഭയപ്പാട് കടന്നു വരണില്ല? നമുക്ക് എന്തുകൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ കഴിയുന്നില്ല? ഖുർആൻ പറഞ്ഞ എന്താ? ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. വിചാരണ അടുത്തിരിക്കുന്നു, മരണം തൊട്ട് മുമ്പിലുണ്ട്, പക്ഷെ ജനങ്ങളൊക്കെ അശ്രദ്ധരാണ്. എന്നെയും നിങ്ങളെയും ഓരോരുത്തരെ പറ്റിയ ഖുർആൻ പറഞ്ഞ് നമുക്ക് എവിടെയാണ് പരലോക ചിന്തയുള്ളത്? നമ്മൾ ഇന്ന് എത്ര പേരാണ് മരണത്തെ പറ്റി ചിന്തിച്ചിട്ടുള്ളത്? നമ്മൾ എത്ര പേരാണ് നമ്മുടെ വിചാരണയെ പറ്റി ചിന്തിച്ചിട്ടുള്ളത്? പടച്ചോനെ, ഞാൻ മരിക്കും, ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയോ? കുറച്ചുകൂടി അള്ളാഹിലേക്ക് അടുക്കണ്ടേ? റജബ് വന്നില്ലേ, ഇനി എങ്ങനെ നന്നാവണ്ടേ എന്ന് നമ്മൾ എത്ര പേരാണ് ചിന്തിച്ചിട്ടുള്ളത്? പ്രിയമുള്ളവരെ, അള്ളാഹു നന്നാക്കി തരട്ടെ, കൽബ് നന്നാക്കി തരട്ടെ. മഹാനായ ഹാത്തിമുൽ അസം റളിയല്ലാഹു തആലവിനോട് ഒരാൾ വന്ന് ചോദിച്ചു, അള്ളാന്റെ തൃപ്തി കരഗതമാക്കാൻ, ഓരോ നിമിഷവും നമുക്ക് അനുകൂലമാകാൻ, ഈ പരിശുദ്ധമായ റജബ് നമുക്ക് അനുകൂലമാകാൻ, ശഅബാൻ നമുക്ക് അനുകൂലമാകാൻ, ഓരോ റമദാനിന്റെ പുണ്യദിനരാത്രങ്ങളും അനുകൂലമാകാൻ, ഈ ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങളും നമുക്ക് വേണ്ടി അനുകൂല സാക്ഷി പറയാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ എന്ന് മഹാനായ ഹാത്തിമുൽ അസം റളിയല്ലാഹു തആലവിനോട് ചോദിച്ചപ്പോ മഹാനുഭാവൻ പറഞ്ഞു, മോനെ, 4 കാര്യങ്ങൾ നീ ശ്രദ്ധിച്ചാൽ നിന്റെ ജീവിതത്തിൽ നിന്നെക്കാൾ പകരം വെക്കാൻ അള്ളാന്റെ കോടതിയിൽ ആരുണ്ടാവൂല. അള്ളാഹു ആദരിച്ച അടിമയായി പുഞ്ചിരിച്ചു മരിക്കാൻ നിനക്ക് കഴിയും, കലിമ പറഞ്ഞു മരിക്കാൻ കഴിയും, ഖബറിൽ വിചാരണയില്ല, അള്ളാഹുവിന്റെ പരലോകത്ത് വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകാം, അള്ളാഹുവിന്റെ സാമീപ്യം കരഗതമാക്കാൻ മഹാരഥന്മാരാകുന്ന പ്രവാചകന്മാരുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ കൂടെ നിനക്ക് ചേരാൻ കഴിയുന്ന അത്ഭുതത്തിന്റെ 4 കാര്യങ്ങൾ ചേർത്തു പിടിച്ചാൽ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുമെന്നാണ്. ചോദിച്ച ആളെ ചോദിച്ചു, പറഞ്ഞു തരും, വിശദീകരിക്കൽ. ആ 4 കാര്യം ഏതാണെങ്കിലും ഇൻഷാ അല്ലാഹ് എന്റെ ജീവിതത്തിൽ ഉണ്ടാകും. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരോട്, ഉപ്പമാരോട്, ഒന്നാമത് എന്റെ കൽബിനോടും, രണ്ടാമത് എന്റെ സ്നേഹനിധികളായ ഉമ്മമാരോട്, ഉപ്പമാരോട് പറയാൻ, ഈ 4 കാര്യങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ ചെയ്താൽ ഉറപ്പായും ജീവിതത്തിൽ അള്ളാഹുവിന്റെ സഹായം നമുക്ക് കിട്ടും, പ്രയാസങ്ങൾ മാറും, അള്ളാഹു നമ്മെ രക്ഷിക്കും, അള്ളാഹുവിന്റെ വിചാരണ ഉണ്ടാവൂല, അള്ളാഹു നമുക്ക് ഈമാനോടെ ജീവിക്കാൻ ഭാഗ്യമുണ്ടാകും, മരിക്കുമ്പോ ഈമാനോടെ കൂടിയല്ലാതെ മരിക്കൂലെന്നാണ്. ഏതാണ് ഒന്നാമത്തെ കാര്യം? വിശദീകരിക്കുന്നില്ല, കുറഞ്ഞ സമയം കൂടുതൽ കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം മഹാനുഭാവൻ പറയുന്നു, ഞാൻ കഴിക്കുന്ന ഭക്ഷണം, അല്ലെങ്കിൽ ഞാൻ കഴിക്കേണ്ട ഭക്ഷണം, അത് ഒരാളും കഴിക്കൂല എന്നെന്റെ മനസ്സിനെ ഞാൻ പറഞ്ഞു പഠിപ്പിച്ചപ്പോ എനിക്ക് മനസ്സിന് സമാധാനം ഉണ്ടായിന്നാണ്. ഒന്നാമത്തെ ശ്രദ്ധിക്കാനുള്ള കാര്യം, തവക്കുൽ ഉണ്ടാകാൻ, ഈമാൻ ഉണ്ടാകാൻ, അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാൻ, ദുനിയവിയായ ചിന്തകളില്ലാതിരിക്കാൻ, അള്ളാഹുവിന്റെ ഖബറിന്റെ, നമുക്കൊരുക്കി വെച്ചിരിക്കുന്ന ഖബറിന്റെ അദാബുകൾ രക്ഷപ്പെടാൻ. ഒന്നാമത് ഞാൻ കഴിക്കുന്ന, അത് ഞാൻ കഴിക്കേണ്ട ഭക്ഷണം, എന്റെ ഭക്ഷണം ഞാനല്ലാതെ ഒരാളും കഴിക്കൂല എന്ന ചിന്ത എനിക്കുണ്ടാവും, മനസ്സിന് സമാധാനം ഉണ്ടായിന്നാണ്. അല്ലേ? നമുക്കിന്ന് ഏറ്റവും കൂടുതൽ ചിന്ത ദുനിയവിയായ ചിന്തകളാണ്. അള്ളാഹു എനിക്ക് കിട്ടാനുള്ള ആർക്കെങ്കിലും കിട്ടുമോ? അതെനിക്ക് ഒപ്പിക്കണ്ടേ? അതെനിക്ക് വേണ്ടേ? എനിക്ക് തിന്നാനുള്ളതാണല്ലോ. ഇല്ല ഉമ്മമാരെ, അപ്പമാരെ, അള്ളാഹുവിന് തെറ്റിപ്പോവില്ല. പോസ്റ്റ്മാന് വഴി തെറ്റും, പോസ്റ്റ്മാൻ അഡ്രസ്സ് തെറ്റും, കൊറിയർ ബോയ്ക്കും ഡെലിവറി ബോയ്ക്കൊക്കെ വഴിയും അഡ്രസ്സൊക്കെ തെറ്റും, പടച്ചോന് തെറ്റൂല. നമ്മൾ ഇന്ന് കഴിക്കേണ്ട ഭക്ഷണം അള്ളാഹു എഴുതി വെച്ചിട്ടുണ്ട്. അതിലൊരൽപ്പം കൂടുതൽ കഴിക്കാനോ ഒരൽപ്പം കുറച്ച് കഴിക്കാനോ നമുക്ക് കഴിയില്ല. അള്ളാഹ് എഴുതി വെച്ചിരിക്കുന്ന അളവ്, ആ ക്വാണ്ടിറ്റി എത്രയുണ്ടോ അത്രയും കഴിച്ചേ മതിയാകൂ. അത് ഒരാൾക്കും കഴിക്കാൻ കഴിയില്ല.
ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഒരു പ്ലേറ്റ് ബിരിയാണി ഉണ്ടാന്ന് വിചാരിക്കുക. ആ ബിരിയാണിയുടെ പകുതിയെ എന്തുണ്ടാവുള്ളൂ, നമുക്ക് കഴിക്കാനുള്ള വിധിച്ചിട്ടുള്ളൂ. എങ്കിൽ ആ പകുതിയെ നമ്മളെ കൊണ്ട് കഴിപ്പിക്കുള്ളൂ. നീ എത്ര ടേസ്റ്റ് എന്ന് പറഞ്ഞാലും എത്ര വിശപ്പെന്ന് പറഞ്ഞാലും പകുതിയാകുമ്പോഴേ അവൻ അള്ളാഹു ഭക്ഷണത്തിന് മടി കൊടുക്കും. എന്നിട്ടോ ആ ഭക്ഷണത്തിന്റെ പകുതി ഇന്നയാൾക്കാണ് തൊട്ടടുത്ത് ഭാര്യ കഴിപ്പിക്കുന്നുണ്ട്, ഭാര്യയ്ക്ക് കൊടുക്കാമെന്ന് കരുതിയാൽ അത് അള്ളാഹ് തീരുമാനിക്കണം. ഭാര്യ കഴിക്കണോ, തൊട്ടപ്പുറത്തുള്ള പൂച്ച കഴിക്കണോ, മുന്നിലിരിക്കുന്ന മക്കൾ കഴിക്കണോ എന്ന് അള്ളാഹ് തീരുമാനിക്കണം. നിന്റെ തീരുമാനമല്ല. മനസ്സിന് സമാധാനം ഉണ്ടാകുന്ന ഒന്നാമത് ശ്രദ്ധിക്കാനുള്ള കാര്യം, നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം അത് ഏതും ആകട്ടെ, ഏത് ഭക്ഷണമാണെങ്കിലും അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ ഭക്ഷണം ഒരാളും കഴിക്കൂല. രണ്ടാമത്തത് മഹാനതൻ പറഞ്ഞു, എന്റെ അമലുകൾ അത് ഒരാളും ചെയ്യൂല എന്ന് എന്നെ മനസ്സിലാക്കിയപ്പോ കൂടുതൽ അമലിൽ വ്യാപൃതനാകാൻ എന്റെ മനസ്സിന് കഴിഞ്ഞു എന്നാണ്. നമ്മുടെ നിസ്കാരം മക്കൾ നിസ്കരിച്ചാൽ പറ്റൂല, ഭാര്യ നിസ്കരിക്കൂല. നമ്മുടെ ഖുർആൻ നമ്മൾ തന്നെ ഓതണം. നമ്മുടെ ഏത് ഇബാദത്തുകളും നമ്മൾ ചെയ്യാനുള്ള ഇബാദത്ത്, ഫർദ് നിസ്കാരം അത് ഞാൻ നിസ്കരിച്ചാൽ തന്നെ നിസ്കരിക്കണം, മറ്റുള്ള നിസ്കരിക്കൂല. നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ അമലുകൾ, ഖുർആനുകൾ, ദിക്റുകൾ, ദുആകൾ, സ്വലാത്തുകൾ എല്ലാം നമ്മൾ ചെയ്യണം. അതുകൊണ്ടാണ് ഫാത്തിമ ബിബി റളിയല്ലാഹു തആല വഫാത്താകുമ്പോൾ നബി തങ്ങൾ പറഞ്ഞത്, ഫാത്തിമ ഇഅ്മലില്ലാഹി ഖൈറൻ യാ ഫാത്തിമ, മോളെ ഫാത്തിമ നീ അള്ളാന്റെ റസൂലിന്റെ മോളാണെന്ന് പറഞ്ഞ്, അലിയാർ തങ്ങളുടെ ഭാര്യയാണെന്ന് പറഞ്ഞ്, ഹസൻ ഹുസൈൻ തങ്ങളുടെ ഉമ്മയാണെന്ന് പറഞ്ഞ് നീ ദുനിയാവിൽ നാളെ ആഖിറത്തിലേക്ക് കടന്നു വരല്ലേ ഫാത്തിമ. ഇഅ്മലില്ലാഹി ഖൈറൻ, നിനക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തേക്ക്, എന്നിട്ട് നീ കടന്നു വാ. വമൻ യഅ്മൽ മിസ്ഖാലു ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅ്മൽ മിസ്ഖാലു ദർറത്തിൻ ശർറൻ യറ. അണുമണി തൂക്കം നന്മ ചെയ്താലും അള്ളാഹ് കാണിച്ചു തരും, അണുമണി തൂക്കം തിന്മ ചെയ്താലും അള്ളാഹ് കാണിച്ചു തരും. പ്രിയമുള്ളവരെ, നമ്മുടെ അമല് നമ്മളല്ലാതെ ആർക്കും ചെയ്യാൻ കഴിയില്ല. നമുക്ക് വേണ്ടി അള്ളാഹ് നിശ്ചയിക്കുന്ന സമയമുണ്ടല്ലോ, ആയുസ് അള്ളാഹിന് വേണ്ടി കൊടുക്കാൻ കഴിയണം. മൂന്നാമത്തത്, എന്റെ മരണം ഓർക്കാപ്പുറത്താണ് എന്ന് എനിക്ക് ചിന്ത വന്നപ്പോ ജീവിതത്തിൽ ഗൗരവമുണ്ട്. നമുക്കിന്ന് ഗൗരവമില്ല, ജീവിതത്തിൽ വലിയ പ്രാധാന്യമില്ല. നമ്മളിങ്ങനെ ചിരിച്ച് കളിച്ച് രസിച്ച് രമിച്ച് ആനന്ദിച്ച് ആഹ്ലാദിച്ച് നടക്കാണ് അല്ലേ. ഓർക്കാപ്പുറത്താണ് മരണം. നമുക്കറിയോ ഇല്ല? ഈ അടുത്ത് നമ്മൾ കണ്ടില്ലേ, അബുദാബിയിൽ വാഹനാപകടം, ഒരു കുടുംബത്തിലെ 4 പേര് മരണപ്പെട്ടില്ലേ. ഭർത്താവ് വാഹനം ഓടിച്ചു, ഉറക്കം വന്നപ്പോ ഭാര്യ ഓടിക്കാമെന്ന് പറഞ്ഞു, ഭാര്യ വാഹനം ഓടിച്ചു, അപകടമുണ്ടായി. ശ്രദ്ധിക്കണം, അതൊരു സംഭവമല്ല. എത്രയോ സംഭവങ്ങൾ മരണം ഓർക്കാപ്പുറത്താണ്. എപ്പോഴും മരിക്കാം. നമ്മൾ ഇത്ര കൊല്ലം ജീവിക്കുമെന്നോ, ഇത്ര ആയുസ്, ഏത് വൈദ്യശാസ്ത്ര ഡോക്ടർ പറയാണ് ആ ബ്ലോക്കൊക്കെ മാറ്റിയിട്ടുണ്ട്, ഇനി പ്രശ്നമൊന്നുമില്ല, ഇനി നിങ്ങളൊരു 3-4 കൊല്ലത്തേക്ക് പേടിക്കാനില്ല. പറയുന്ന വിത്തിൻ സെക്കൻഡ് രോഗി മരിച്ചിട്ടുണ്ടാവും അല്ലേ. മരുന്ന് കുറിപ്പെഴുതുന്ന ഡോക്ടർ അറ്റാക്ക് ഒന്ന് മരിക്കും അല്ലേ. മരുന്ന് വാങ്ങാൻ മെഡിക്കൽ സ്റ്റോറിൽ പോകുമ്പോൾ ആ മരുന്ന് കൊടുക്കാനിരിക്കുന്ന ആ മെഡിക്കൽ സ്റ്റോറിലെ ആള് നെഞ്ചുവേദനയ്ക്കും അറ്റാക്കിനും ഗ്യാസിനും ശരീരവേദനയ്ക്കൊക്കെ ഗുളിക കയ്യെത്തും ദൂരത്താണ് ആ മനുഷ്യൻ കുഴഞ്ഞു വീണ് മരിക്കുന്നു അല്ലേ. അപ്പൊ അള്ളാന്റെ തീരുമാനമാണ് ഇതെല്ലാം. അതുകൊണ്ട് മരണം എപ്പോഴാണെന്ന് അറിയില്ല, മരണം തൊട്ട് പുറകിലുണ്ട്. അതുകൊണ്ട് ആ മരണം എപ്പോഴും സംഭവിക്കാമെന്ന ചിന്തയായതുകൊണ്ട് ജീവിതത്തിൽ ഒരു ഗൗരവമുണ്ടായി. ചിരിക്കാനും രസിക്കാനും ആനന്ദിക്കാനും എല്ലാ സമയം പടച്ചവനെ ഇന്നെങ്ങാനും ഞാനങ്ങ് മരണപ്പെട്ടു പോയ എന്റെ ജീവിതം എന്താണ്, വല്ലാഖിറത്തു ഖൈറും വബഖ. അതുകൊണ്ട് അതിലേക്ക് ഞാൻ നന്നായി പരിശ്രമിക്കാൻ കഴിഞ്ഞു, ഈമാൻ വർദ്ധിക്കാൻ കാരണമായി. നാലാമത്തത്, റബ്ബിന്റെ കണ്ണിൽ നിന്ന് എനിക്കൊരു സ്ഥലം പോലും മാറാൻ കഴിയില്ല എന്ന ചിന്ത എനിക്ക് വന്നപ്പോൾ ജീവിതത്തിൽ ഞാൻ പേടിക്കാൻ തുടങ്ങി. അള്ളാന്റെ കണ്ണിൽ നിന്ന്, നമ്മുടെ രാത്രി ഇരുട്ട് മുറിയിൽ, നമ്മുടെ മുറിക്കകത്ത് നമ്മുടെ ബ്ലാങ്കറ്റിന്റെ അടിയിൽ നമ്മുടെ മൊബൈലിൽ ഞാൻ മാത്രമേ ഉള്ളൂ, ഒരാളും കാണൂല. ചിന്ത വേണ്ട, അള്ളാഹ് കാണുന്നുണ്ട്. അള്ളാഹു ഹാലിരി, അള്ളാഹു നാലിരി, അള്ളാഹു ഷാഹിദി, അള്ളാഹു മഈ. മഹാനായ മുഹീദ്ദീൻ ഷേഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് പറഞ്ഞ വാക്കാണ്. അള്ളാഹ് കാണുന്നുണ്ട്, നമ്മൾ അള്ളാഹിനെ കാണുന്നില്ല. നമ്മൾ നമ്മുടെ മുറിക്കകത്ത് നമ്മുടെ മൊബൈൽ ഫോണും നമ്മുടെ ഇന്റർനെറ്റ് ലോകവും നമ്മുടെ വിരൽത്തുമ്പും നമ്മുടെ ലോകമാണെന്ന് കരുതല്ല. ഭാര്യ അറിയൂല എന്ന് തെറ്റിദ്ധരിക്കാൻ, ഭാര്യ ചിലപ്പോൾ അറിയില്ല, ഭർത്താവ് ചിലപ്പോൾ അറിയൂല, കുടുംബക്കാർ, അള്ളാഹ് അറിയുന്നുണ്ട്. എന്റെ ജീവിതത്തിന്റെ ഒരു സെക്കൻഡ് എന്ന് പറയാൻ കഴിയില്ല, അതിനേക്കാൾ കുറഞ്ഞ നിമിഷം പോലും അള്ളാഹുവിൽ നിന്ന് എനിക്ക് ശ്രദ്ധ മാറ്റാൻ കഴിയില്ല, ഒളിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് എനിക്ക് മനസ്സിലായപ്പോ എന്റെ ജീവിതത്തിൽ ഞാൻ പടച്ചവനെ ഭയപ്പെടാൻ തുടങ്ങി. ഒരു ഹറാമ് ചെയ്യുമ്പോൾ ഭാര്യ കാണുന്നില്ല, ഭർത്താവ് കാണുന്നില്ല, പള്ളിക്കാർ കാണുന്നില്ല, ഉസ്താദുമാരാരുമില്ല, ചെയ്താപ്പന്തപ്പ എന്റെ റബ്ബ് കാണുന്നില്ലേ പടച്ചവനെ ഇല്ലേ. ഇന്ന് പടച്ചവനെ പേടിയില്ല, പടപ്പുകളെ പേടിക്കുന്ന കാലം ഇല്ല. ഈമാൻ വർദ്ധിക്കണോ, അള്ളാഹുവിനെ ഭയപ്പെടണം.
ഭയപ്പെട്ട് ജീവിക്കാൻ. ഈ 4 കാര്യങ്ങൾ ഏതൊരു മനുഷ്യൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുവോ അവൻ ഈമാനോടുകൂടിയല്ലാതെ മരണപ്പെടൂല എന്ന് അനുഭവത്തിൽ മാനായ ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല പഠിപ്പിക്കാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ 4 കാര്യം നമുക്ക് തന്നെ മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്ന്, നമ്മുടെ ഭക്ഷണം, അതിനുവേണ്ടി ഓടിപ്പോഞ്ഞ് നടക്കേണ്ട കാര്യമില്ല. റബ്ബ് നമ്മുടെ കയ്യിലെത്തിക്കും. നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. രണ്ടാമത്തതോ, എൻ്റെ അമലുകൾ, എൻ്റെ നിസ്കാരം, എൻ്റെ നോമ്പ്, എൻ്റെ സ്വതക്ക, ഇതാരും ചെയ്യൂല പടച്ചോനെ, ഞാൻ ചെയ്ത് തീർക്കണമല്ലോ, ആ ടാസ്ക് ഞാൻ പൂർത്തിയാക്കണമല്ലോ, ആ അമല് ഞാൻ പൂർത്തിയാക്കണമല്ലോ എന്ന ചിന്ത. മൂന്നാമത്തത്, എൻ്റെ മരണം, അള്ളാഹ് ഇന്ന് ഈ ക്ലാസ് കേട്ട് തീർക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല, ഇത് ഞാൻ പറഞ്ഞു തീർക്കാൻ കഴിയുമെന്നറിയില്ല, ഇത് അപ്ലോഡ് ആകുമ്പോൾ ഞാൻ ഉണ്ടോയെന്നറിയില്ല. അതൊക്കെ റബ്ബിന്റെ തീരുമാനം. അള്ളാഹ് കബൂലാക്കട്ടെ, ഈമാനോടുകൂടി മരിക്കാൻ ഭാഗ്യം തരട്ടെ. നാലാമത്തത്, റബ്ബിന്റെ കണ്ണിൽ നിന്നും മറയാൻ കഴിയില്ലല്ലോ പടച്ചോനെ. ഒരൊറ്റ സെക്കൻഡ്, ഒരൊറ്റ നിമിഷം റബ്ബിൽ നിന്നും മാറാൻ കഴിയില്ല. ഈ 4 കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ ഈമാൻ അറിയാതെ വർദ്ധിക്കും. ശരി, പറയുമ്പോൾ നമുക്കൊരു പേടിയാണ്. അള്ളാഹു ഭാഗ്യം തരട്ടെ. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള കുറഞ്ഞ സമയത്ത് കൂടുതൽ കാര്യങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഒരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതോടൊപ്പം ഇതിന് നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരമെന്ന ആത്മീയ മജ്ലിസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അവന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹ് പ്രധാനിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ദുആ ചെയ്യും. പുതിയൊരു അറിവുമായി കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.